ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്പോൾ ഭാരത മണ്ണിൽ നിന്നും അനധികൃതമായി തന്നെ നുഴഞ്ഞു കയറുന്ന ബംഗ്ലാദേശികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. വ്യാപകമായ തിരച്ചിൽ നടത്തുന്നതിനിടയിൽ വ്യാജ ID കാർഡുമായി തന്നെ ഏകദേശം 8 ബംഗ്ലാദേശി ഭീകരർ ഇപ്പോൾ പോലീസ് പിടിയിലായി എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഭാരതത്തിന്റെ അഖണ്ഡതയെ വെല്ലുവിളിക്കാൻ തക്കതായി തന്നെ പാക് ചാര സംഘടനയായ IS-മായി ചേർന്നുകൊണ്ട് ബംഗ്ലാദേശ് കേന്ദ്രീകൃതമായ തീവ്രവാദ സംഘടനകളും ഇതിനോടൊപ്പം വലിയ ഗൂഢാലോചനകൾ ഇന്ത്യക്കെതിരെ മെനയുന്നതായി തന്നെ ഇപ്പോൾ കണ്ടെത്തിയതായി ഡൽഹി പോലീസാണ് വിവരങ്ങൾ നൽകുന്നത്. തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിലെ വസ്ത്രനിർമ്മാണശാലയിൽ സാധാരണ തൊഴിലാളികൾ എന്ന വ്യാജേനയാണ് ഇവർ താമസിച്ചു പോരുന്നത്. അതേപോലെ തന്നെ മിസാനൂർ റഹ്മാൻ, മുഹമ്മദ് ഷഹാബത്ത്, ഉമർ, മുഹമ്മദ് ലിറ്റൻ, മുഹമ്മദ് ഷാഹിദ്, മുഹമ്മദ് ഉച്ചൽ എന്നിവരെയാണ് ഇപ്പോൾ തിരുപ്പതിയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നതായി തന്നെ ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. ബംഗ്ലാദേശിൽ കൂടുതലായും തന്നെ ഒളിച്ചു താമസിക്കുന്നതായി തന്നെ ഇത്തരത്തിലുള്ള തുണി നിർമ്മാണശാലകൾ പോലുള്ള സ്ഥലങ്ങളാണ് കൂടുതലായും ബംഗ്ലാദേശി തീവ്രവാദികൾ തിരഞ്ഞെടുക്കുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തു വരുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി തന്നെ SAR പ്രക്രിയയിൽ നിന്ന് പോലും നിരവധി അനധികൃത ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തുകയും അവരെ നീക്കം ചെയ്യുന്നതായിട്ടുള്ള പ്രക്രിയകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇവരെ പുറത്താക്കാനുള്ള നടപടി സ്വീകരിച്ച് പോരുന്നതിന് പിന്നാലെയാണ് വീണ്ടും ഇത്തരത്തിൽ വ്യാജ ID കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നുഴഞ്ഞുകയറ്റം ശക്തമായിരിക്കുന്നതും. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലുമായി തന്നെ നടത്തിയ അതീവ രഹസ്യമായ നീക്കത്തിലൂടെയാണ് 8 ഭീകരരെ ഇപ്പോൾ പിടികൂടാൻ സാധിച്ചിരിക്കുന്നത്. ഡൽഹി മെട്രോ ശൃംഖലയിൽ ഉൾപ്പെടെ തന്നെ പ്രത്യക്ഷപ്പെട്ട പ്രകോപനകരമായ പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ ചില അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തെ ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന ഭീകരവാദ ശൃംഖല പുറത്തു കൊണ്ടുവരാനായതെന്നും ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നു. ഇതിൽ ചിലരാകട്ടെ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരാണ് എന്നും വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചുകൊണ്ട് ഇവർ തമിഴ്നാട്ടിൽ സുരക്ഷിതമായ താവളങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്തിരിക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. 2 ഭീകരരെ പശ്ചിമ ബംഗാളിൽ നിന്നുമാണ് പിടികൂടിയത്. ഇവരിൽ നിന്ന് 16 സിം കാർഡുകൾ, 8 മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തതായി തന്നെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഡൽഹി മെട്രോ പരിസരങ്ങളിൽ അവിടെ കാശ്മീരിനെ പരാമർശിച്ചുകൊണ്ടുള്ള പ്രകോപനകരമായ പോസ്റ്റുകൾ കഴിഞ്ഞ ദിവസമാണ് ചുവരുകളിൽ പ്രത്യക്ഷപ്പെടുന്നത്. രാജ്യവിരുദ്ധ ഉള്ളടക്കമുള്ള പോസ്റ്റുകൾക്ക് പിന്നാലെയുള്ളവരെ തേടിയുള്ള ഡൽഹി പോലീസിന്റെ ശാസ്ത്രീയമായ അന്വേഷണമാണ് ഇത്തരത്തിൽ തമിഴ്നാട്ടിലെ തുണിശാലയിലേക്ക് അല്ലെങ്കിൽ ആ ഒളിത്താവളങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മൂല കാരണമായി തന്നെ പറയുന്നത്. വിദേശ ഹാൻഡിൽമാരുടെ നിർദ്ദേശപ്രകാരം രാജ്യത്ത് പ്രധാന നഗരങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്തിയിരുന്നതായും ഇവരുടെ പദ്ധതിയിൽ വലിയ അന്വേഷണ ഗൂഢാലോചനകൾ നടത്തിയതായി തന്നെ കരുതപ്പെടുന്നുണ്ട്. പിടികൂടിയവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി തന്നെ ഇപ്പോൾ ഡൽഹിയിലേക്ക് മാറ്റിയതായും നുഴഞ്ഞുകയറ്റക്കാർക്ക് വ്യാജരേഖകൾ ചമയ്ക്കാൻ അവിടെ പ്രാദേശിക തലത്തിൽ പോലും ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കം ഇപ്പോൾ അന്വേഷണ പരിധിയിൽ വരുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ തകർക്കാൻ അതിർത്തി കടന്നുള്ള ഇത്തരത്തിൽ നിരവധി ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ജാഗ്രതയോടുകൂടിയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് പോലീസ് നീക്കങ്ങൾ നടത്തി വരുന്നത്. രാജ്യദ്രോഹികൾക്ക് ഇനി ഭാരത മണ്ണിൽ ഇടമില്ല എന്ന ശക്തമായൊരു സന്ദേശമാണ് ഈ ഒരു ഭീകരവേട്ടയിലൂടെ തന്നെ നൽകിയിരിക്കുന്നത്. ബംഗ്ലാദേശ് ആഭ്യന്തര സംഘർഷത്തിനിടയിൽ തന്നെ ഇന്ത്യക്ക് അനധികൃതമായി നുഴഞ്ഞു കയറാനുള്ള ശ്രമം അത് പരാജയപ്പെടുത്തുകയും ചെയ്തതായും ഇതിനു മുൻപേ സുരക്ഷാ സേന വ്യക്തമാക്കിയിരുന്നു. ഏകദേശം 1000-ഓളം വരുന്ന ബംഗ്ലാദേശി അഭയാർത്ഥികൾ ബംഗ്ലാദേശിലെ കൂച്ച് ജില്ലയിൽ അവിടെ അതിർത്തിയിലൂടെ തന്നെ ഇന്ത്യയിലേക്ക് കടക്കാൻ നടത്തിയ ശ്രമമായിരുന്നു BSF വലിയ രീതിയിൽ തകർത്തതും. മാത്രമല്ല ഭൂരിഭാഗം ഹിന്ദുക്കൾ അടങ്ങിയ സംഘം ഇന്ത്യയിൽ അഭയം തേടി എന്ന ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് BSF ഔദ്യോഗികമായി തന്നെ ഒരു അന്വേഷണം അവിടെ നടത്തിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.